എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോസ് ആരംഭിക്കുകയാണ്. ഇന്ന് ഓണമായിട്ട് എൻ്റെ ഓണത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഒരു ചിത്രം വരച്ചുകൊണ്ട് ഇന്ന് ഓണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ നമുക്ക് ഇന്ന് ഓണം പ്രമാണിച്ച് ഒരു ചെറിയൊരു ഓണാശംസകൾ രീതിയിലൊരു ചിത്രം വരയ്ക്കുകയാണ് ഓണത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർഫുള്ളാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഓണത്തിന് സാധാരണ കഥകളിയുടെ ഒരു സിമ്പലെല്ലാം എല്ലാവരും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ഓണത്തിൻ്റെ പ്രതിയായിട്ട് നമുക്കൊരു കഥകളി വരയ്ക്കാനായിട്ട് നോക്കാം. ഓക്കെ, അതിന് ജസ്റ്റ് നമുക്ക് വേഗത്തിൽ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇത് നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. ആഭരണങ്ങളാണ്, കിരീടം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് ഇതിപ്പോൾ ഒരു ആവറേജ് വരയ്ക്കുന്നതാണ്. വേഷത്തിനനുസരിച്ച് അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അത് ഇതാണ് കഥകളിയുടെ രൂപമാണ്. നമ്മൾ സാധാരണ ഉള്ളൊരു നോർമൽ ഡിസൈൻ ഇതാണ്. ഇതിൽ നമ്മൾ ഒരു ഡിസൈനുകൾ വരയ്ക്കുമ്പോൾ കൊടുക്കാവുന്നേ ഉള്ളൂ, കളർ ചെയ്യുമ്പോൾ. ഇതാണ് ഒരു കഥകളി ഡിസൈൻ. നമുക്കിത് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് തുടങ്ങുകയാണ്. ഞാൻ അക്രിലിക് കളറുകളാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഫേസ് വരയ്ക്കാം. ഫേസ് സാധാരണ പച്ച കളറാണ് ഇതിന് വരുന്നത്. ഇനി കണ്ണും വരയ്ക്കണം. കണ്ണ് വരയ്ക്കണം. സാധാരണ കഥകളി അവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടാവും. പുരികം, അടുത്തത് മൂക്ക് വരയ്ക്കണം.
ചുണ്ടുകൾ സാധാരണ റെഡ് കളർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെയൊക്കെ പച്ച വരാനുള്ള ഭാഗത്തൊക്കെ ഒന്ന് ശരിയായി കൊടുക്കുക. ചെറിയ ഇനി ഇതിൻ്റെ അടയാഭരണങ്ങൾ കുറച്ച് കൊടുക്കണം. ഇതെല്ലാം മഞ്ഞ കളർ കൊടുക്കണം. ഗോൾഡ് ടൈപ്പിലുള്ള ആഭരണങ്ങളാണ്. ഡിസൈൻ കൊടുക്കണം. റെഡ് കളർ ഉപയോഗിച്ചാൽ മതി. ബ്രൗണോ റെഡോ. നമുക്ക് കിരീടം പെയിൻറ്റ് ചെയ്യണം. ഈവൻ യെല്ലോ കൊടുത്താൽ മതി. ഫുൾ യെല്ലോ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് പല പല കളറുകളും ഷെയ്ഡ് കൊടുത്തിട്ട് ശരിയാക്കുക. നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാനേ നടക്കുകയുള്ളൂ. കാരണം ഞാൻ കഥകളിയിൽ പല രൂപങ്ങൾക്കും പല വേഷങ്ങൾക്കും പല രീതിയിലുള്ള ഡിസൈനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് നോക്കാൻ പറ്റില്ല. കഥകളിയിലൊരു ആവറേജ് മോഡൽ ആണ് വരയ്ക്കുന്നത്. പല കളറുള്ള മുത്തുകൾ പവിഴങ്ങളും എല്ലാം കൊണ്ടാണ് ഇത് കിരീടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ രാത്രിയാണ് ഈ സാധാരണ കഥകളി ഈ ചെറിയ ഈ കുത്തുവിളക്ക് വെച്ചിട്ടാണ് അതിലാണ് ഈ കഥകളി കളിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ കളർഫുള്ളായിട്ട് അതിങ്ങനെ അതിൽ നമുക്ക് കളർ കാണാൻ പറ്റും. ശരിക്കും അവിടെ ചെന്ന് ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ കളർഫുൾ മനസ്സിലാകത്തുള്ളൂ. ഇതുപോലുള്ള ഡിസൈനുകളാണ് സാധാരണ കഥകളി വരുന്നത്. ഒരുപാട് വർക്കാണ് കഥകളിയുടെ. ആ കിരീടം ശരിക്ക് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ശരിക്കും വർക്കാണ്. ആരും നോക്കി നിന്നോ അങ്ങനത്തെ ആ ഡിസൈനാണ് അതിൽ. പല പല കളറുകളിലുള്ള ഡിസൈൻസുകളാണ്. മുത്തും പവിഴവും എല്ലാം കൊണ്ടാണ് അത് അലങ്കരിച്ചേക്കുന്നത്. എന്നാൽ ഞാനിത് പോലെ ഡിസൈനുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കിരീടമൊക്കെ ഏകദേശമൊക്കെ വരച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ താടി മെയിൻ സാധനമാണ്. താടി വരയ്ക്കണം. താടി സാധാരണ വെള്ളയാണ് മെയിനായിട്ട് വരുന്നത്. ഏകദേശം ഫൈനലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു നല്ല ഡാർക്ക് കളർ കൊടുക്കും. സാധാരണ ഈ ഡാർക്കിലെല്ലാം ഇത് മാത്രമാണ് പ്രകാശിക്കുന്നത്, ഈ കളറുകൾ. അപ്പോൾ നമ്മളുടെ ബാക്കിയിരിക്കുന്ന കളറുകളെല്ലാം കൂടെ മിക്സ് ചെയ്താലും മതി. ഡാർക്ക് ഫീൽ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാനത് ഡാർക്ക് ചെയ്യുകയാണ്. ഡാർക്ക് കളറുകൾ കൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഇതിപ്പം ഫൈനലൈസ് ചെയ്തേക്കാണ്. ഇപ്പോൾ പെട്ടെന്ന് വരച്ചതാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണാശംസകൾ. ഓണം.
എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചിത്രം വര ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.